ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ചെയ്യുമ്പോൾ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അല്ലാഹുവിനെ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ. ആയിഷ ബീവിയും ഇബ്നു അബ്ബാസ് തങ്ങളും അല്ലാഹുവിനെ കണ്ട വിഷയത്തിൽ മുഖത്തെ കണ്ണുകൊണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അല്ല ഖൽബിന്റെ കണ്ണുകൊണ്ടാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടഭിപ്രായം ഉണ്ടായി എന്നല്ലാതെ യാത്ര ശരീരം കൊണ്ടോ ആത്മാവ് കൊണ്ടോ എന്ന ചർച്ചയില്ല. അവിടെ ശരീരം കൊണ്ട് തന്നെ. ആയിഷ ബീവി പറഞ്ഞു, എങ്ങനെയാണ് മുഖത്തെ കണ്ണുകൊണ്ട് കാണുക? അല്ലാഹു പറഞ്ഞുവല്ലോ, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റൂല. അപ്പൊ കണ്ണുകൊണ്ട് കാണൂല എന്നല്ലേ ഇതിന്റെ അർത്ഥം? പിന്നെ നബി തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടത് പിന്നെ ഖൽബിന്റെ കണ്ണുകൊണ്ടായിരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ബീവി നിങ്ങൾ ആ ഓതിയ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ, അല്ലാഹുവിന് കണ്ണുകളെ കീഴ്പ്പെടുത്താൻ പറ്റുമല്ലോ. കണ്ടിരിക്കുന്നതിനെ കാണാതാക്കാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും അല്ലാഹു കഴിയുമെന്നല്ലേ ബീവി ആ ആയത്തിന്റെ അർത്ഥം. വഹുവൽ ലതീഫുൽ ഖബീർ. അതുകൊണ്ട് നബി തങ്ങൾക്ക് അല്ലാഹു അത് കാണിച്ചു കൊടുത്തു. ശരീരം കൊണ്ട് തന്നെ നബിയെ കൊണ്ടുപോയ അല്ലാഹുവിന് അവിടുത്തെ കണ്ണിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഷ്റഫുൽ ഖൽഖിൻ അല്ലാഹുവിനെ കണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ തിരുദാത്ത് കണ്ടിരിക്കുന്നു. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെ എന്നറിയില്ല. അന്നാ അറാ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കൈഫ് എങ്ങനെയാണ് എന്ന് നബി തങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിലാണ്, നബി തങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അന്നാ അറാ നൂറുൻ അന്നാ അറാ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. അങ്ങനെയാണ് അല്ലാഹുവിനെ നബി തങ്ങൾ കണ്ടു എന്ന് സ്വഹാബത്ത് ഇജ്മാ ചെയ്തിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മറ്റു സ്വഹാബികളും അത് കണ്ണുകൊണ്ട് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അത്ഭുതം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ തിരുമുമ്പിലേക്ക് എത്തിയപ്പോൾ റബ്ബിനോടൊരു സലാം പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അസ്സലാമു അലൈക്കും എന്നല്ല, ആ സലാം അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. ഈ 5 വാക്കുകളാണ്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ പ്രണാമങ്ങളും എല്ലാ പ്രാർത്ഥനയും എല്ലാ അനുഗ്രഹങ്ങളും all due to Allah. അതൊക്കെ അല്ലാഹുവിനാണ്. അസ്സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയേ, എന്റെ രക്ഷ നിങ്ങൾക്കുണ്ട് നബിയേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, എന്റെ നബിയേ, എന്റെ നബിയേ, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ഇനിയാണ് നബിയെ മനസ്സിലാക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു ശൈഖിന്റെ മുമ്പിൽ എത്തിയെന്ന് വിചാരിക്കുക. ഒരു കാര്യപ്പെട്ട ഒരു രാജാവിന്റെ മുമ്പിൽ, ഒരു വലിയ ഹൈ പവർ അതോറിറ്റിയുടെ മുമ്പിലെത്തി. ആൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളി എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു എനിക്ക് പേരും കൂടി ഇല്ല, ഒരു പേര വേണം അല്ലേ? നിങ്ങളപ്പോൾ പറയോ എൻ്റെ ഉമ്മാക്കും അപ്പാക്കും ഒരു ഇത് വേണം, എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ഏട്ടമ്മ, എൻ്റെ അനുജന്, എൻ്റെ കൂട്ടുകാർക്ക്. ഇങ്ങനെ നമുക്കവിടെ ഒരു വലിയൊരു അതോറിറ്റിന് മുമ്പിലെത്തുമ്പോൾ നമ്മളെ കാര്യമില്ലാതെ വേറുള്ള കാര്യം നമ്മൾ പറയാറുണ്ടോ? അവിടെ പറയാൻ തോന്നാറുണ്ടോ? ഓർമ്മ വരാറുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നബിയെ, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഉടനെ ഹബീബിന്റെ മറുപടി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എല്ലാ സജ്ജനങ്ങൾക്കും നിന്റെ രക്ഷ വേണം റബ്ബേ, ഞങ്ങൾക്ക് വേണം, നിന്റെ എല്ലാ സജ്ജനങ്ങൾക്കും കൊടുക്കണം പടച്ചവനെ. അതുണ്ട് നബിയെ. അല്ലാഹുവിന്റെ മറുപടി. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ തിരുമുമ്പിൽ ചെന്നിട്ട് പോലും നമ്മെ ഓർമ്മ വിടാതെ, നമ്മെ മറന്നു പോകാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. യൗമ യദ്ഉ
يوم يدعو آدم وأنبياء نفسي 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 يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي يا മഹ്ശറായിൽ ഓരോ നബിമാരും നഫ്സി എന്റെ കാര്യം എന്ന് നബിമാര് പോലും പറയുമ്പോൾ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ അംബിയാ എന്ന നേതാവായി വന്നവരെ നബിയെ അങ്ങെന്ന് പറയുന്നത് ഉമ്മത്തി യാ ഖൗമിയാ എന്റെ സമൂഹം അല്ലാഹ് എന്റെ സമൂഹം പടച്ചവനെ എന്റെ സമൂഹത്തിന്റെ കാര്യം പടച്ചവനെ എന്ന് അംബിയാ സ്വന്തം കാര്യം പറയുമ്പോ അംബിയാഇന്റെ നേതാവ് അവിടുത്തെ ഉമ്മത്തികളുടെ വിഷയം പറയുന്നുവല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ്. ഏഴാകാശങ്ങൾക്കപ്പുറം വെച്ച് അല്ലാഹുവിന്റെ തിരുഹദറത്തിൽ വെച്ച് എന്റെ ഉമ്മത്തികൾക്കും നിന്റെ രക്ഷ വേണമെന്ന് പറഞ്ഞ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ ശറഅ് പഠിപ്പിച്ചു തരും, ഞാൻ മരിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ എനിക്ക് കാണിക്കപ്പെട്ടാൽ ഇസ്തഗ്ഫറതുല്ലാഹ ലക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് 10 എണ്ണം ചെയ്യുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്തുകളെ എത്തിച്ചു തരാൻ പ്രത്യേകം മലക്കുകൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ റൂഹ് അല്ലാഹു എനിക്ക് തിരിച്ചു തരികയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു യാത്രയിലെ വാക്കുകളാണ് അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് പറഞ്ഞിട്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ തിരുമുമ്പിലേക്ക് നബി തങ്ങൾ ചെന്ന ആ ഒരു സംഭവം നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഓരോ അത്തഹിയാത്തിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരുനബി പോയതും നമ്മളെപ്പറ്റി ഓർത്തതും നമുക്കും രക്ഷ വേണമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്തതും ഇതൊക്കെ എന്നും ഓർക്കാനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മിഅ്റാജ് അല്ലാഹുവിനേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പോയ യാത്രയാണ്. അല്ലാഹു അക്ബർ എന്ന് വുദൂ എടുത്തിട്ട് നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ പാലിച്ച് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി പ്രവേശിച്ച് സലാം വീട്ടി പുറത്ത് കടക്കുന്നവരെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലാണ്, തിരുഹദറത്തിലാണ്, അല്ലാഹുവിന്റെ മുമ്പിലാണ്. റബ്ബിനെ നേരിട്ട് കാണാൻ നമുക്കിപ്പോ കഴിയില്ല, എന്നാൽ പരലോകത്ത് കാണാൻ പറ്റും. ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന മുനാജാത്താണ് നിങ്ങളുടെ നിസ്കാരം. അതുകൊണ്ട് മിഅ്റാജിന്റെ അനുഭവമായി നിസ്കാരങ്ങൾ മാറണേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമങ്ങൾ ഓരോന്നും ഭൂമിക്ക് വന്നതാ. സക്കാത്ത് ഭൂമിയിലേക്ക് വന്ന വഹയാണ്, സക്കാത്ത് കൊടുക്കണം. ഹജ്ജ് ഭൂമിയിലേക്ക് വന്നതാണ്. ഹിജാബ് ധരിക്കണം ഭൂമിയിലേക്ക് വന്ന നിയമമാണ്. ഫറായിദിന്റെ നിയമങ്ങൾ, അനന്തരാവകാശ നിയമം ഭൂമിയിലേക്ക് വന്നതാ. എല്ലാം ഭൂമിയിലേക്ക്. ഒന്ന് മാത്രമാണ് ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുത്തത്. അതാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം കൊടുത്തത് ഈ മിഅ്റാജിന്റെ രാവിലാണ്. അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു സമ്മാനം കൊടുത്തതല്ലേ, സമ്മാനമല്ലേ അത്. ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ പോയി കൊടുത്തതാ. ബാക്കിയൊക്കെ ഇവിടെ വന്ന് കൊടുത്തതാ ജിബ്രീൽ അലൈഹിസ്സലാം. നിസ്കാരത്തിന്റെ വിഷയം ഒഴികെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണ്. ഇവിടെ കണ്ണമന്തി വീട്ടിൽ വരുത്തിയിട്ട് ആ ഒരു പ്രത്യേകമായ ഒരു ഇന്റിമസി, ഒരു അടുപ്പം, അള്ളാഹുവിനോടുള്ള ആ ഒരു അടുപ്പം തോന്നാൻ നബിയെ തന്നെ കൊണ്ടുപോയി നിസ്കാരം സമർപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിലെ വലിയൊരു അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമയം അവസാനിക്കാനായി 7 മിനിറ്റ് കൂടെ. ഹബീബായ തങ്ങൾക്ക് കൊടുത്തത് 50 വക്ത് നിസ്കാരം. 50 വക്ത് കൊടുത്ത് മൂസ നബിയെ കണ്ടു. മൂസ നബിയും അല്ലാഹുവും തമ്മിൽ നബി തങ്ങൾ എത്ര പ്രാവശ്യം പോയി? 9 പ്രാവശ്യം യാത്ര ചെയ്തു. എന്നിട്ടാണ് ചുരുക്കുന്നത്. നിങ്ങൾ അതിന്റെ ഹിക്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറയാം. മുഴുവൻ സമയവും അല്ലാഹുവിനെ ഓർക്കണം എന്ന് പഠിപ്പിക്കാനാ അല്ലാഹു 50 ആദ്യം കൊടുത്തത്. നബിന് 5 അല്ലാഹു കൊടുത്താൽ പോരെ. നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് അല്ലാഹുക്ക് അറിയില്ലേ? അറിയാം.
എന്ത് സംഭവിക്കാൻ പോകുന്നു അള്ളാഹുവിന് അറിയൂലേ? അറിയും. ഈ 50 നബിക്ക് കൊടുത്ത അതുകൊണ്ട് പോയില്ല, നബി തങ്ങൾ തിരിച്ചു വരും, എന്നോട് ചുരുക്കാൻ വേണ്ടി പറയും, പിന്നെ യാത്ര ചെയ്യും, പിന്നെയും ചുരുങ്ങും, അത് 5 അവസാനിക്കുമെന്ന് അറിയുന്ന റബ്ബ് ആദ്യമേ നബി തങ്ങൾക്ക് 5 കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുത്തില്ല, 50 കൊടുത്ത്. തിൽക ഖംസുൻ ബിഖംസീൻ, 5 ചുരുങ്ങിയപ്പോ പറഞ്ഞു, നബിയെ ഈ 5 ഞാൻ 50 കൂലി തരും കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു ജല്ല ജലാലു. മൂസ നബി എപ്പോഴും പറഞ്ഞു, നബിയെ ഒന്ന് ചുരുക്കി തരുമോ ചോദിച്ചു നോക്കി, 5 പ്രയാസാവുന്ന്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾക്ക് 5 വക്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ എനിക്ക് നാണായി പോയി. ഇസ്തഹയതു മിർ റബ്ബി, ഞാൻ നാണിച്ചുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളെ പറ്റിയുള്ളൊരു കോൺഫിഡൻസ്, നബി തങ്ങൾക്കുള്ളൊരു ആത്മവിശ്വാസമാണ്. നമ്മൾ ആ നിസ്കാരം 5 ഒന്നുപോലും ഒഴിവാക്കൂല, 5 നമുക്കൊണ്ട് കഴിയുമല്ലോ, അത് ഞങ്ങൾ എന്റെ ഉമ്മത്തികൾ ചെയ്യും എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുത്തതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെട്ടു പോയത് ഖളാ കൂട്ടിക്കോളി. റമദാനാ വരുന്നത്, അതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെട്ടു. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയായ മുതൽ എത്രയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഖളാ കൂട്ടിക്കോളി. അതിൽ ഉപേക്ഷ വരുത്തണ്ട. ഒരു ഫർദിന്റെ കൂടെ ഒരു ഫർദ്, ഒരു അസ്റിന്റെ കൂടെ ഒരു അസ്ർ, ഒരു മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഒരു ഇശാഇന്റെ കൂടെ ഒരു ഇശാ. എത്ര കാലം നമുക്ക് പിന്നോട്ട് പോയാൽ കണക്ക് കിട്ടോ, ആ കണക്ക് വെച്ചിട്ട് ഇന്ന ദിവസത്തെ ഇന്ന ളുഹർ അങ്ങനെയൊന്നും വേണ്ട. നഷ്ടപ്പെട്ടു പോയൊരു ളുഹർ ഞാൻ നിസ്കരിക്കുക, പടച്ചറബെ ഖളായി പോയ ഒരു അസ്ർ ഞാൻ ഖളാ കൂട്ടാം, എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയൊരു മഗ്രിബ്. അങ്ങനെ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 10 15 കൊല്ലം ആയിക്കോട്ടെ, കണക്ക് വെച്ചോളി. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും ചെയ്യാം, റബ്ബേ എങ്ങാനും ഇതെനിക്ക് പൂർത്തിയാക്കി വിട്ടാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്ക് പുറത്തു തരണം കേട്ടോ പടച്ചോനെ എന്ന് റബ്ബിനോട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഖളാ വീട്ടാൻ ഒരുങ്ങിക്കൂടി. ഖളാ വീട്ടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അള്ളാഹു അതിന്റെ ഒക്കെ കൂലി സുന്നത്ത് നിസ്കാരത്തെക്കാളും കൂലി ഫർദിനാ. നമുക്കറിയാമല്ലോ, സുന്നത്തിനേക്കാളും കൂലി ഫർദിനാ. നിങ്ങൾ ഫർദ് ഖളാ വീട്ടലാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂലി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യം, സുന്നത്ത് നിസ്കരിക്കാനുള്ള ഉന്മേഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫർദ് ഖളാ വീട്ടണം എന്ന് പറയാൻ കാരണം. അതിനർത്ഥം എനിക്ക് ഫർദ് ഉണ്ട് അതുകൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് മാറിക്കാനല്ല. സുന്നത്ത് നിസ്കരിക്കാനൊക്കെ സമയമുണ്ടോ, എന്നാ നീ ഫർദ് നിസ്കരിച്ചോ, ഫർദ് ഖളാ വീട്ടണം എന്നാ. അല്ലാഹു തആല നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ ഖളാ വീട്ടിയെടുക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നിസ്കാരത്തിൽ വന്ന അപാകതകൾ, അശ്രദ്ധകൾ അല്ലാഹു മാപ്പ് തരട്ടെ, അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നമ്മുടെ നിസ്കാരമൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻ, നിങ്ങൾ എത്രയാണോ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്നത് അത്രയാ നിസ്കാരത്തിന് കൂലിയുള്ളൂ എന്നാ. 4 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. ഈ 4 റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി എത്ര നേരം അല്ലാഹുവിനെ പറ്റി ഓർത്തിട്ടുണ്ടോ അതിനെ കൂലിയുള്ളൂ, അതിനെ കൂലി കിട്ടുള്ളൂ. അല്ലാഹു നിസ്കരിച്ചു, അല്ലാഹു ചോദിക്കൂല എന്തേ നിസ്കരിക്കാൻ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, കൂലിയോ? കൂലി ഇത്രയേ ഉള്ളൂ. എന്തേ, നിന്നെ മുഴുവൻ ജോലി നീ ചെയ്തിട്ടില്ലല്ലോ, നീ പഞ്ചിങ് നടത്തിയിട്ടുണ്ട്, രാവിലെ 7 മണിക്ക് വന്ന് വൈകുന്നേരം 8 മണിക്കാ പോയത്, ഒക്കെ ശരി, നീ പണിയെടുത്തിട്ടില്ല. തക്ബീർ ചൊല്ലി കയറിയിട്ടുണ്ട്, പക്ഷെ നിന്റെ മനസ്സിരിക്ക് തന്നിട്ടില്ലല്ലോ, നിന്റെ മനസ്സ് വേറെ ഇവിടെ ആയിരുന്നില്ലേ ഏത് അല്ലാഹു ചോദിക്കുന്നൊരു രംഗം. അല്ലാഹു നമ്മുടെ നിസ്കാരമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. 50 വക്ത് കൊടുത്തു, 5 ചുരുങ്ങാൻ. അതെന്തേ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ഉലമാ പറഞ്ഞു. ഒരു നിസ്കാരം നിർവഹിക്കാൻ മിനിമം നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്തപ്പോഴേക്കും കൈയൊക്കെ കഴുകി വൃത്തിയായി ഒതു എടുത്തു, മൂത്രയ്ക്കാൻ പോകണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഒതു എടുത്തു, നിസ്കരിക്കാനുള്ള സ്ഥലം വൃത്തിയായി റെഡിയാക്കി നിന്നു. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്ത് ഫർദ് നിസ്കരിച്ചു, അതിന് ശേഷമുള്ള ഒക്കെ കൂടെ നോക്കിയാൽ ഒരു 20 മിനിറ്റ് സമയം ആവശ്യം വരുന്ന 20 മിനിറ്റ് സമയം. ഇതൊക്കെ കൂടെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വാഭാവികമായി പറഞ്ഞ 20 മിനിറ്റ് വേണമെന്ന ഒരു നിസ്കാരത്തിന് 20 മിനിറ്റ് സമയം കാണണമെന്ന. നമ്മൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഓർമ്മയുണ്ടാവുള്ളൂ. നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ല, നമ്മൾ നേരെ ഓഫീസിൽ നിന്ന് ഓടിയിട്ട് അല്ലാഹു അക്ബർ, അതല്ല ഒതുവൊക്കെ മട്ടത്തിലെടുത്ത് ദിക്റൊക്കെ ചൊല്ലി ഒതു കഴിഞ്ഞ് ദുആയൊക്കെ ചൊല്ലിയിട്ട് അതിന്റെ മുമ്പുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർദ് നിസ്കാരത്തെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് ആ ഇമാമോട് കൂടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുമ്പോൾ അപ്പൊ മനസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. മറ്റേ നമ്മൾ റഷ് ചെയ്യാണ്. ആ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു വലിയ അങ്ങേയറ്റത്തെ ഒരു വലിയ കോൺസെൻട്രേഷനിൽ നിന്ന് അതിനൊന്ന് മിനിമൈസ് ചെയ്യാനാണ് പിന്നെ സുന്നത്ത് നിസ്കാരം. അപ്പോഴേ നമ്മൾ റിലീസ് ആവുള്ളൂ, മെന്റലി റിലീസ് ആവാൻ പറ്റുള്ളൂ. ഒറ്റടിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഫർദ് കഴിഞ്ഞൊരു സുന്നത്തും കഴിഞ്ഞിട്ട് പോവാൻ. ഇതൊക്കെയാണ് ശറഈന്റെ വളരെ മനോഹരമായ വശങ്ങൾ. എന്നായിരുന്നാലും 20 മിനിറ്റ് സമയം എടുക്കുന്ന പറയാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർത്തെടുക്കാൻ എളുപ്പമാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 5 വക്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം? അപ്പോ 100 മിനിറ്റ് സമയം വേണം. ഒരു വക്തിന് 20 മിനിറ്റ്, 5 വക്തിന് 100 മിനിറ്റ് സമയം വേണം. അപ്പോഴേ നമുക്ക് 5 വക്ത് നിസ്കരിക്കാൻ പറ്റൂ. 50 വക്തായിരുന്നു അല്ലാഹു തന്നിരുന്നതെങ്കിൽ നമുക്ക് 1000 മിനിറ്റ് സമയം വേണം. 1000 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1000 മിനിറ്റ്? 16.5 മണിക്കൂറാണ്. 16.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ 7 മണിക്കൂർ ഉറങ്ങാനോ വിശ്രമത്തിനോ മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന സമയമാണ് ഈ 16.5 മണിക്കൂർ.
8 മണിക്കൂർ ശരാശരി മനുഷ്യൻ വിശ്രമിക്കണം എന്നാണ്. അത് കഴിഞ്ഞ ഉറക്കത്തിന് എഴുന്നേറ്റാൽ ഉണർച്ച മുഴുവൻ നമുക്ക് കിട്ടുന്നത് 16 മണിക്കൂറാണ്. ഈ 16 മണിക്കൂർ സമയമെടുത്താലേ 50 വക്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം 5 വക്ത് നിസ്കാരം സലാം വീട്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി എനിക്ക് എന്തും ചെയ്യാം, ഇനി എനിക്ക്